നമ്മളായി തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനെ കിട്ടാൻ, അല്ലെങ്കിൽ ഒരു ലവറിനെ കിട്ടാൻ, ഒരു ജീവിത പങ്കാളിയെ കിട്ടാനൊക്കെ ഒരു ഭാഗ്യം വേണം. രണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറുള്ള ആളുകൾ തമ്മിൽ പ്രണയിച്ചാൽ എങ്ങനെയിരിക്കും? അവർക്ക് ഒത്തുപോകാൻ സാധിക്കുമോ, അതോ അടിച്ചു പിരിയുമോ? നമുക്ക് കണ്ടറിയാം. ഇന്ന് കാണാൻ പോകുന്നത് 2019 റിലീസായ ലവ് ദ വേ യു ആർ എന്ന റൊമാൻറ്റിക് ചിത്രമാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ലിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ലിൻ ഒരു യാത്രക്കിടയിൽ അവളുടെ ലഗേജ് ട്രാക്കിൽ എടുത്തു വെക്കുന്ന സമയം അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു പയ്യനെത്തി അവളുടെ ലഗേജ് കറക്റ്റ് ആയി വെക്കാൻ സഹായിക്കുന്നു. അവൾ അയാളെ തിരിഞ്ഞു നോക്കുന്ന സമയം നമ്മൾ നേരെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ലിൻ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്ന ആ ഒരു സമയം അവൾ വളരെ ജോളി ടൈപ്പ് ആയിരുന്നു. അമ്മ നടത്തുന്ന ചെറിയൊരു പലചരക്ക് കടയിൽ നിന്ന് അവൾ എപ്പോഴും കൂട്ടുകാർക്ക് മിഠായി എടുത്തു കൊടുക്കുമായിരുന്നു. അതേപോലെ കൂട്ടുകാർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അവള് അത് പരിഹരിക്കാൻ മുൻപന്തിയിൽ തന്നെ കാണും. പ്രത്യേകിച്ച് ഇവളുടെ വീടിന്റെ അടുത്ത് ഒരു പയ്യൻ താമസിക്കുന്നുണ്ടായിരുന്നു. അവനെ എപ്പോഴും മറ്റു കുട്ടികൾ പരിഹസിക്കുന്നതും ഉപദ്രവിക്കുന്നതും കാണുമ്പോൾ ലിൻ ഇടപെടാറുണ്ട്. അങ്ങനെ ഒരു ഓൾ റൗണ്ടർ ആണ് ലിന്നെങ്കിലും അവൾക്ക് ഒട്ടും പറ്റാത്ത ഒരു കാര്യം പഠിക്കുക എന്നതാണ്. പഠിക്കാൻ അവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അത് കുട്ടിക്കാലത്തായാലും മുതിർന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും. ക്ലാസ്സിലിരുന്ന് ഉറക്കം തൂങ്ങുന്നതാണ് അവളുടെ മെയിൻ പരിപാടി. അമ്മയുടെ കൂട്ടുകാരൊത്തുകൂടുമ്പോ അതിൽ പോയി കത്തിവെക്കാനൊക്കെ അവൾക്ക് നല്ല മിടുക്കാണ്. പഠിത്തത്തിൽ നല്ല ബാക്ക്വേർഡ് ആയതുകൊണ്ട് തന്നെ അമ്മയും അവളും ഏത് സമയം ഈ കാര്യം പറഞ്ഞ് വഴക്കാണ്. കുട്ടിക്കാലം മുതൽ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ കാണിച്ച് അവൻ എന്ത് പഠിപ്പിയാ, അവനെ കണ്ടു പഠിച്ചുവിടുന്ന നിനക്ക് എന്നെല്ലാം അമ്മ താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ഈ പയ്യൻ ആരാണെന്ന് അറിയാമോ? മറ്റാരും അല്ല, നമ്മുടെ കഥാനായകനായ ഫാങ് ആണ്. ലിന്നിന്റെ അമ്മ പറഞ്ഞ പോലെ പഠിത്തമാണ് അവന്റെ മെയിൻ പരിപാടി. പഠിക്കുന്ന കാര്യത്തിൽ ഫാങ്ങുമായി അമ്മ ലിന്നിനെ താരതമ്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അവനെ കണ്ണിൽ കണ്ടുവിടാം. ഇവൻ കാരണം എന്റെ സൗകര്യം പോയല്ലോന്നാണ് അവൾ എപ്പോഴും പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ സ്കൂളിൽ ഫസ്റ്റ് വാങ്ങിയതിന്റെ സർട്ടിഫിക്കറ്റുമായി വീട്ടിലേക്ക് പോകുന്നത് ലിന്നിന്റെ അമ്മ കാണുന്നു. അതോടെ പറയണോ കാര്യം, ഫാങ്ങിന്റെ റൂമിന്റെ ലൈറ്റ് അണയുന്നത് വരെ അവൻ പഠിക്കുകയാണ്. അത്രയും നേരം നീയും വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് അമ്മ അവളോട് കട്ടായം പറയുന്നു. അങ്ങനെ ആകെ കലിയിളകിയ അവൾ ഒന്ന് ലൈറ്റ് അണച്ചിട്ട് കിടക്കട, മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേന്നൊക്കെ രാത്രി ബാൽക്കണിയിൽ നിന്ന് കൂകി വിളിക്കാൻ തുടങ്ങുന്നു. ഇവൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച അവൾ ഇവനിട്ട് ഒരു യമണ്ടൻ പണി പ്ലാൻ ചെയ്യുന്നു. മറ്റൊന്നുമല്ല, ഇവൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് പ്രണയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ള കാൽക്കുലേഷനിൽ ഇവനെ ഒരു പ്രണയത്തിലാക്കാനായി അവൾ തീരുമാനിക്കുന്നു. അതിനായി അവൾ കണ്ടെത്തുന്നത് ഇവരുടെ തന്നെ ക്ലാസ്സിലെ സുന്ദരിയായ ചായ് എന്ന പെൺകുട്ടിയാണ്. ചായ്ക്ക് ഓൾറെഡി ഈ പഠിപ്പി ഫാങ്ങിൽ ഒരു കണ്ണുണ്ടെന്ന് അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് തോന്നിയ ലിൻ ചായ് എഴുതിയതുപോലെ ഒരു കത്തെഴുതി ഫാങ്ങിന് കൊടുക്കുന്നു. അതേപോലെ ഫാങ് എഴുതിയതുപോലെ ഒരു കത്തെഴുതി ചായക്കും കൊടുക്കുന്നു. ഇവളുടെ പ്ലാൻ വർക്കൗട്ട് ആയി എന്ന് തോന്നുന്നു. ഫാങ് ചായക്ക് അവളുടെ ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്തു കൊടുത്ത് ഇവർ രണ്ടുപേരും പതിയെ അടുക്കുകയാണ്. എന്തായാലും ലിന്നിന്റെ പ്ലാൻ വർക്കൗട്ട് ആയി. ഫാങ്ങിന്റെ റൂമിലെ ലൈറ്റ് ഒക്കെ പെട്ടെന്ന് അണയാൻ തുടങ്ങി. അത് മനസ്സിലാക്കുന്ന അവൾ അമ്മയെ വിളിച്ചു കാണിക്കുകയാണ്. ദേ അമ്മയെ നോക്കിയേ, അമ്മയുടെ പഠിപ്പി പയ്യൻ പോലും ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങി. അവൻ പഠിക്കാത്തോണ്ട് ഞാനും ഇപ്പൊ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കുറച്ചു ദിവസം കറങ്ങി അടിച്ച് ജോളിയായി നടക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം അപ്രതീക്ഷിതമായി അവന്റെ മുറിയിൽ ലേറ്റായി ലൈറ്റ് തെളിയുന്നത് കണ്ട് അവൾക്കത് ഒരു 10,000 ട്യൂബ് ലൈറ്റ് ഒന്നിച്ച് കത്തിച്ചു വെച്ച എഫക്റ്റ് ആയിരുന്നു ഉണ്ടായത്. സംഭവം മറ്റൊന്നുമല്ല, ആ ഒരു ചായ് എന്ന പെൺകുട്ടി ഈ സ്കൂൾ ട്രാൻസ്ഫർ ആയി പോവാണ്. അതിനോടകം തന്നെ ഉഴപ്പിയതിന്റെ ഫലമായി അവന്റെ മാർക്കൊക്കെ വല്ലാതെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിന്നിന്റെ മാർക്കിന്റെ ഏകദേശം അത്രയ്ക്ക് അടുത്ത് തന്നെ അവന്റെ മാർക്ക് വരുന്നു. ഈ ഒരു കാര്യം ലിന്നിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു. ഇനി അമ്മയുടെ കമ്പാരിസൺ കേൾക്കണ്ടല്ലോ എന്നോർത്ത് അവള് ഉള്ളിന്റെ ഉള്ളിൽ തുള്ളി ചാടുന്നുണ്ടെങ്കിലും ഒരു വശത്ത് അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്ന ചെറുക്കനെ താൻ ഇങ്ങനെ വഴി തെറ്റിച്ചല്ലോ എന്നോർത്ത്. എങ്കിലും തന്റെ മനസ്സമാധാനമാണ് വലുതെന്ന് അവൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇവരുടെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പോൾ ലിന്നും ഫാങ്ങും ഒരേ കോളേജിലാണ് അഡ്മിഷൻ നേടുന്നത്. കോളേജിലേക്കുള്ള യാത്രക്കിടയിൽ നടന്ന ഒരു ചെറിയ ലഗേജ് എടുത്തു വെക്കൽ സംഭവമാണ് നമ്മൾ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ടത്. മുന്നത്തെ ക്ലാസ്മേറ്റ്സും തൊട്ടടുത്തടുത്ത് താമസിക്കുന്നവരുമായതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് ഫസ്റ്റ് ഡേ കോളേജിലേക്ക് പോകുന്നത്. ഫാങ് അടങ്ങി ഒതുങ്ങി കോളേജിലേക്ക് നടക്കുന്ന സമയം ലിൻ തുള്ളിച്ചാടി കോളേജിലേക്ക് ചെല്ലുന്നതും ഒരു പയ്യനെ അറിയാതെ ചെന്ന് ഇടിക്കുന്നു. അവൾ ഇങ്ങനെ വീഴാതെ വട്ടം പിടിക്കുന്നൊക്കെയുണ്ട്. അവന്റെ പേര് സൗഷി എന്നാണ്. വളരെ സോഷ്യലായ ലിൻ സൗഷയുമായി പെട്ടെന്ന് തന്നെ സംസാരിച്ച് കമ്പനിയായി ഫാങ്ങിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഫാങ് നേരെ അവന്റെ താമസ സ്ഥലത്തേക്ക് പോവാതെ ലിന്നിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ലിൻ വന്നപാടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ച് അവനിട്ടൊരു തട്ട് കൊടുക്കുമ്പോ നിന്നെ ആര് വെയിറ്റ് ചെയ്യാൻ, ഞാൻ ഇവിടെ വെറുതെ നിന്നതാ, എന്തായാലും വാ പോകാന്ന് പറഞ്ഞ് അവളെയും കൂടെ വിളിക്കുന്നു. അങ്ങനെ പോകാനായി ഒരുങ്ങുന്ന സമയത്താണ് അവൻ ആ കാഴ്ച കണ്ട് ആകെ ഷോക്കായി
ബാഗുമായി കയ്യിലെ പുസ്തകവും ഒക്കെ താഴെ ഇടുന്നത്. നോക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഇവനുമായി അടുപ്പത്തിലായിരുന്ന ചായ് എന്ന പെണ്ണിലെ ട്രാൻസ്ഫർ ആയി പോയ അവളും ഇതേ കോളേജിൽ തന്നെയാണ് പഠിക്കാനായി ചേർന്നിരിക്കുന്നത്. എന്തായാലും ചായ് ഫാങ്ങിനെ കണ്ട് സംസാരിക്കാനായി വരുമ്പോൾ അവൻ സംസാരിക്കാൻ താല്പര്യം കാണിക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അങ്ങനെ ഫ്രഷേഴ്സ് ഡേ വരെയാണ്. ഫ്രഷേഴ്സ് ഡേക്ക് നമ്മുടെ സൗഷ്യയുടെ പ്രോഗ്രാം ഉണ്ട്. സൗഷ്യയോട് അതിനെപ്പറ്റിയെല്ലാം ലിൻ സംസാരിക്കുന്നതൊന്നും കാണുന്ന ഫാങ്ങിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല. കൂടാതെ പ്രോഗ്രാമിന്റെ ഇടയിൽ വെച്ച് ഫാങ്ങിനോട് ചായ് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവോയ്ഡ് ചെയ്യുന്നു. അവൾ നേരെ ഇവന്റെ ബാക്കിലുള്ള ചെയറിൽ വന്നിരിക്കുന്നു. ഈ സമയം അതിലൂടെ പോയ ലിന്നിനെ പിടിച്ച് തന്റെ അടുത്ത് ബലമായി ഫാങ് ഇരുത്തുകയാണ്. ഇത് ചായ് ശ്രദ്ധിക്കുന്നു. കൂടാതെ സൗഷ്യയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലിൻ ആർത്തു വിളിച്ച് തുള്ളിച്ചാടുന്നത് കാണുന്ന ഫാങ് അവളെ ബലമായി പിടിച്ചിരുത്തിയിട്ട് മര്യാദക്കിരിക്കുന്നൊക്കെ വഴക്കു പറയുന്നു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയം ചായ് അവളുടെ ഫ്രണ്ട്സിനോട് ഞാൻ നമ്മുടെ കോഴ്സ് മാറ്റി ഇവന്റെ കോഴ്സ് എടുത്താലോ എന്ന് പ്ലാൻ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ഫാങ് ഉടനെ തന്നെ ലിന്നിനെ അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിരുത്തുന്നു. നീ എന്തേ കാണിക്കുന്നതെന്നൊക്കെ അവന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്. അതിനവൻ നീ എന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ പിന്നെ എന്താണെന്ന് മറുപടി പറയുന്നു. അപ്രതീക്ഷിതമായ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ട് കുടിച്ചോണ്ടിരുന്ന ജ്യൂസ് അറിയാതെ ലിൻ ഫാങ്ങിന്റെ മുഖത്തേക്ക് തന്നെ തുപ്പിക്കൊടുക്കുന്നു. അതിനുശേഷം അവനെ മാറ്റി നിർത്തി നീ കുറച്ചു മുമ്പ് എന്താ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് തിരക്കുമ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്നിടം വരെ ദയവ് ചെയ്ത് നീ എന്റെ ഗേൾ ഫ്രണ്ടായി ഒന്ന് അഭിനയിക്കണമെന്ന് അവൻ അവളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത ദിവസം ലിൻ കോളേജിലുള്ള സമയം സൗഷ്യ അവളെ കാണുമ്പോൾ അന്ന് ഫാങ്ങിനെ പരിചയപ്പെടുത്തിയത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞല്ലേ, പക്ഷെ ഇന്നലെ നിങ്ങൾ റിലേഷനിലാണെന്ന് അവൻ പറയുന്ന കേട്ടല്ലോ, സത്യമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ അങ്ങനെയൊന്നും ഇല്ല, അവൻ എന്റെ ഫ്രണ്ട് മാത്രം, അവന് വട്ടാന്നൊക്കെ പറയുന്നു. കൂടാതെ അവൾ ഇതിനെപ്പറ്റി ചായയുടെ അടുത്ത് ക്ലാരിഫൈ ചെയ്യാനായി അവളെ ചെന്ന് കണ്ട് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ലാന്ന് പറയാൻ വരുമ്പോഴേക്കും ചായ് നിങ്ങൾ നല്ല പേരാണെന്ന് പറയുന്നു. അത് കേൾക്കുന്നവൾ അങ്ങനൊന്നും ഇല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചായ് ഇവരെ രണ്ടുപേരെയും അവളുടെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ഫാങ്ങിനെ കാണുന്ന ലിൻ ചായയുടെ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യം പറഞ്ഞ് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, നീ അവിടേക്ക് പോകുമ്പോൾ നല്ല ഗെറ്റപ്പിൽ ഡ്രസ്സൊക്കെ ധരിച്ചു പോകണം, ഈ കൂറ ഡ്രസ്സിലും ലുക്കിലും പോയാൽ പോരാ, അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകാന്ന് പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഇവര് ഷോപ്പിങ്ങിന് പോകുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വളരെ സ്പീഡ് മോട്ടോർ സൈക്കിൾ ഓടിച്ച ഒരു പയ്യൻ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് ക്രോസ് ചെയ്യായിരുന്ന ഒരു വൃദ്ധനെ അപകടത്തിൽപ്പെടുത്തുന്നു. ആ വൃദ്ധൻ ഈ പയ്യന്റെ ഡ്രൈവിംഗ് കാരണം റോഡിലേക്ക് മൂക്കും കുത്തി വീണിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ലിൻ അവളുടെ പഴയ എല്ലാവരെയും സഹായിക്കുന്ന അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന ആ പെൺകുട്ടിയായി കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ ആ മോട്ടോർ സൈക്കിൾ ഓടിച്ചു പോകുന്നവന്റെ നേർക്കെറിഞ്ഞ് അവനെ എറിഞ്ഞിടുന്നു. തുടർന്ന് ഇവനുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പക്ഷേ ഈ പയ്യന്റെ അച്ഛൻ ഈസിയായി അവനെ ഇറക്കിക്കൊണ്ടു പോകുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസമാണ് ആ പയ്യന്റെ അച്ഛനാണ് ഇവരെ കോളേജിൽ പുതുതായി പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ. അങ്ങേര് ഇവരെ കണ്ട് തുറച്ചൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് ഫാങ്ങിനെ തക്കത്തിന് കിട്ടുമ്പോൾ ലിൻ അവനൊന്ന് ഉപദേശിക്കുകയാണ്, നിന്റെ ഈ അപ്പിയറൻസ് അടിമുടി ഒന്ന് മാറ്റണം, ഒരുമാതിരി വയസ്സന്മാരെ പോലെ ഡ്രസ്സിട്ട് ഒരു പേനയെ സ്ഥിരം പോക്കറ്റ് വെച്ചോണ്ട് നടന്ന എന്ത് ബോറാണെന്ന് അറിയാമോ എന്നൊക്കെ അവള് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇവർക്ക് കോഴ്സിന്റെ ഭാഗമായി ഓരോരുത്തർക്കും ഓരോ മുയലിനെ വീതം വളർത്താനായി കിട്ടുന്നു. ഇവരെന്തോ അനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് പഠിക്കുന്നത്. ആ മുയലിനെ വളർത്തി അതിന്റെ ഒബ്സർവേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്ന പ്രോജക്റ്റ് ആണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ലിന്നിന് പൊതുവെ ആനിമൽസിനെ വലിയ ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് റാബിറ്റിനെ വളർത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫാങ്ങിന് അങ്ങനെയല്ല. അവൻ മുയലിനെ കണ്ടപ്പോഴേ ബോധം കെട്ട് വീഴുന്നു. കാര്യം ഇവന് കുട്ടിക്കാലത്ത് ഒരു കോഴി ഉണ്ടായിരുന്നു പെറ്റായിട്ട്. അവൻ താലോലിച്ച് ആറ്റുനോറ്റ് വളർത്തിയ ആ കോഴിയെ ഒരു ദിവസം ഇവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കറിയായി പാത്രത്തിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അമ്മ ഇവൻ സ്കൂളിൽ പോയ സമയം അതിനെ വെട്ടിക്കണ്ടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവന് വലിയ ഷോക്കായിരുന്നു. അതിനുശേഷം ഇവൻ ആനിമൽസിനെ എടുത്ത് കൊഞ്ചിക്കുന്നൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷെ ഇവൻ അത് സംബന്ധിച്ച കോഴ്സാണ് പഠിക്കുന്നത്. ഇവന്റെയും ഇതേപോലെ മൃഗങ്ങളെ വളർത്താൻ താല്പര്യമില്ലാത്ത ചില ക്ലാസ്മേറ്റ്സിന്റെ റാബിറ്റുകളെ വളർത്താമെന്ന് ലിൻ ഏൽക്കുന്നു. ഇതിന്റെ ഇടയിൽ ചായയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി ഫാങ്ങിനെ ഡാൻസ് പഠിപ്പിക്കാനും ലിൻ നേരം കണ്ടെത്തുന്നു. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയുടെ സമയമാകുന്നു. നന്നായി ഒന്നും ഒരുങ്ങാതെ അവളുടെ സാധാരണ കാഷ്വൽ ലുക്കിലാണ് പാർട്ടിക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നവളുമാരെല്ലാം ഇവളെ ഒരുമാതിരി നോക്കുന്നു. ഇതേ പാർട്ടിയിൽ സൗഷ്യയുമുണ്ട്. സൗഷ്യ ലിന്നിനെ കണ്ടപാടെ അവളോട് കത്തിയടിക്കാൻ തുടങ്ങുന്നു. കത്തിയല്ല പഞ്ചാരാന്ന് പറയാം. അവൻ ഇവളോട് ചെറിയ താല്പര്യമുള്ള രീതിയിലാണ് വർത്തമാനമെല്ലാം. ഈ പാർട്ടിയിലേക്ക് അപ്പോഴാണ് ഒരു കീടുകിടുക്കം പയ്യന്റെ എൻട്രി. അത് മറ്റാരുമല്ല, ഫാങ് തന്നെ. അവന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഹെയർ സ്റ്റൈലും ആ കണ്ണാടിയും ഒക്കെ മാറ്റിയപ്പോ ആള് വേറെ ലെവലായത് കണ്ടോ എല്ലാ പെമ്പിള്ളാരും അവനെ മിഴിച്ചു നോക്കുന്നു.
നമ്മുടെ ലിന്നും ഇവൻ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു എന്ന മട്ടിൽ അന്തളിച്ച് നോക്കുന്നുണ്ട്. ചായക്ക് ഫാങ് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊന്ന് ഡാൻസ് കളിച്ചാലോ എന്ന് അവള് ചോദിക്കുന്നു. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ കളിച്ചോളാന്ന് പറഞ്ഞ് അവൻ നൈസായി ഒഴിഞ്ഞു മാറി ഡാൻസ് കളിക്കുകയായിരുന്ന ലിന്നിന്റെയും സൗഷ്യയുടെയും അടുത്തെത്തി സൗഷ്യയോട് ഇവൾ എന്റെ ഗേൾ ഫ്രണ്ടാ, അവളോട് കൂടുതൽ ഒലിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും നമ്മുടെ ലിൻ അത്യാവശ്യം ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാങ് ഇവളുടെ കൂടെ ഡാൻസ് കളിച്ച് ഒടുക്കം ഇവളെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് കിസ് ചെയ്യുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറാതെ നിൽക്കുന്നു. എന്തായാലും ഈ ഒരു സംഭവം പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും നോക്കി നിൽക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണരുന്ന ലിൻ അവൾ മറ്റെവിടെയോ ആണെന്ന് മനസ്സിലാക്കി ഞെട്ടലോടെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നോക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് തന്നെ. അവൾക്ക് അവിടെ നിന്ന് ഒരു കുറിപ്പ് കിട്ടുന്നു. നീ ഇപ്പോൾ ഉള്ളത് എന്റെ കസിന്റെ വീട്ടിലാണ്, കൂടാതെ നിന്റെ ചേഞ്ച് ചെയ്ത ഡ്രസ്സസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്നെല്ലാം ഫാങ് എഴുതി കുറിപ്പായിരുന്നു അത്. അവൾ അത് ഞെട്ടലോടെ വായിച്ച് അയ്യോ എന്റെ ഡ്രസ്സും അവൻ മാറ്റുമെന്ന് ഞെട്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. അവര് ഞാനാ കൊച്ച നിന്റെ ഡ്രസ്സ് മാറ്റിയത്, പേടിക്കണ്ടെന്ന് പറയുന്നു. അങ്ങനെ വേഗം റെഡിയായി കോളേജിലേക്ക് ചെന്ന് ഫാങ്ങിനെ കണ്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പ്രത്യേകിച്ച് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ഇവന് തന്നോട് ശരിക്കും ഇഷ്ടമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് തീരുമാനിച്ച് അവൾ പിന്നീട് അങ്ങോട്ട് ഇവൻ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ അവനെ ചുമ്മാ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുക, അവൾക്ക് അതും ഇത് വേണമെന്നൊക്കെ അതൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ ഡിമാൻഡ് ചെയ്യുക. അവൻ ആനിമൽസിനെ ഇഷ്ടമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം അവളുടെ റാബിറ്റുമായി അവന്റെ താമസ സ്ഥലത്ത് പോവുക, ഫെതേഴ്സും കൊണ്ടുണ്ടാക്കിയ ഒരു വിഷറി എടുത്ത് അവന്റെ മുഖത്തിന്റെ അടുത്ത് കൊണ്ട് വീശുക, ഇതൊക്കെ അവൾ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴൊക്കെ അവൻ അത് സഹിച്ചിരിക്കുന്നതല്ലാതെ ദേഷ്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നേയില്ല. അങ്ങനെ ഇരിക്കെ ചായ് ഒരു ദിവസം കോളേജിൽ വെച്ച് ഫാങ്ങിന്റെ അടുത്ത് വന്ന് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് സമ്മതിക്കുന്നു. തുടർന്ന് ചായും ഫാങ്ങും ലിന്നും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ ചായ് പതിയെ പതിയെ ലിന്നിനെ ഒഴിവാക്കി ഫാങ്ങിനെ കയ്യിലെടുക്കാനായി ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ ലിന്നിനും മനസ്സിലാവുന്നു. അവൾക്ക് പക്ഷെ അപ്പോഴൊന്നും അതിൽ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവളുടെ മുയലിന് വയ്യാതാവുന്നു. അവൾ ഫാങ്ങിനെ സഹായത്തിന് വിളിക്കുന്നു. അവൻ ഓടിയെത്തി. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല പേടിയാണ് ഈ റാബിറ്റിനൊക്കെ എടുക്കാനായി പഴയ ഒരു ഇൻസിഡന്റ് മൂലം. എങ്കിലും അവൻ ലിന്നിന് വേണ്ടി അതിനെ കയ്യിൽ എടുത്തു പിടിച്ച് പരിചരിക്കുകയും മരുന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു. അവന് ഏറെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ പേടിയുള്ള ഒരു കാര്യം തനിക്ക് വേണ്ടി ചെയ്യുന്നത് കാണുന്ന ലിന്നിന്റെ മനസ്സിൽ പതിയെ പതിയെ അവനോടുള്ള ഇഷ്ടക്കേടൊക്കെ മാറി ഇഷ്ടം തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കോളേജിലെ റെസ്റ്റ് റൂമിൽ വെച്ച് ചായ് അവളുടെ കൂട്ടുകാരോട് എനിക്കിപ്പോൾ സത്യത്തിൽ ഫാങ്ങിനോട് താല്പര്യമൊന്നുമില്ല, അത് പണ്ടും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. പഠിക്കാൻ വേണ്ടി പഠിപ്പിയായ അവനുമായി ഞാനൊന്ന് അടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോഴേ അവനും ആ ലിന്നും ഒന്നിച്ച് നടക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവര് തമ്മിൽ തെറ്റിക്കാനായി ഞാൻ ഇടയിൽ കയറുന്നതേ ഉള്ളൂ, അല്ലാതെ എനിക്ക് അവനോട് സീരിയസ് ആയ റിലേഷൻ ഒന്നും തോന്നുന്നില്ല എന്ന് കൂട്ടുകാരോട് പറയുന്നത് കേട്ടുകൊണ്ട് ലിൻ വരുന്നു. അവൾ ഇത് കേൾക്കുന്നതിന് മുന്നേ വരെ ചായക്ക് ശരിക്കും ഫാങ്ങിന് ഇഷ്ടമായിരുന്നു എന്നാണ് കരുതിയിരുന്നത്. അവൾ ചായയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കെ ക്ലാസ്സിൽ പ്രൊഫസർ എത്തി നിങ്ങളുടെ മുയലിന്റെ എക്സ്പെരിമെന്റ് തീരാറാവുകയാണ്, അതിന്റെ അവസാന സ്റ്റെപ്പായി നിങ്ങൾ ആ റാബിറ്റിനെ കൊന്ന് ഒബ്സർവേഷൻ എടുക്കണമെന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു മൃഗസ്നേഹിയായ ലിൻ സാർ അതിന് പറ്റില്ല, അതിനെ കൊല്ലാൻ സാധ്യമല്ല, അത് ഒരു ജീവനല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് ചെയ്താലേ ആ ഒരു എക്സ്പെരിമെന്റ് ഫുള്ള് കംപ്ലീറ്റ് ആവും, എന്നാലും നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് കോഴ്സും വേണ്ട ഡിഗ്രിയും വേണ്ടെന്ന് അവൾ എടുത്തടിച്ച് പറയുന്നു. ഇത് കേൾക്കുന്ന മറ്റു കുട്ടികളാരും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ലെങ്കിലും ഇവരുടെ തന്നെ കോഴ്സിലേക്ക് പിന്നീട് മാറി വന്ന ചായ് ലിന്നിനെ സപ്പോർട്ട് ചെയ്ത് സാറിനോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ലിന്നിന് ഇനി ഇതും ഇവളുടെ അഭിനയമായിരിക്കുമെന്ന ചിന്തയാണ് മനസ്സിൽ വരുന്നത്. സത്യത്തിൽ അതൊരു അഭിനയം തന്നെയായിരുന്നു. കാരണം ആ ഒരു ക്ലാസ് കഴിഞ്ഞ് ലിന്നിന്റെ അടുത്ത് ചെന്ന ചായ് ഞാൻ ആ മുയലിനെ കൊല്ലാതിരിക്കാനായി നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ നീ ഫാങ്ങുമായുള്ള എല്ലാ റിലേഷനും കൂട്ടും ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. എനിക്ക് നിന്റെ ഒരു സഹായവും വേണ്ട, ഫാങ്ങുമായുള്ള കൂട്ട് ഉപേക്ഷിക്കാൻ എനിക്ക് സൗകര്യവുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അല്ലാതെ സങ്കടം തോന്നിയ ലിൻ അവൾ വളർത്തിക്കൊണ്ടിരുന്ന അവളുടെ റാബിറ്റിനെയും കൂട്ടുകാരുടെ റാബിറ്റിനെയും എടുത്തുകൊണ്ട് ഒരു വണ്ടിയിൽ കോളേജിൽ നിന്ന് പോകുന്നു. ഇത് കാണുന്ന ഫാങ് അവളുടെ പുറകിന് പോകുമ്പോൾ അവൾ ഒരു ബീച്ചിലെത്തി റാബിറ്റുകളെ അഴിച്ചുവിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത്. അവൻ പുറകിന് ചെന്ന് നീ എന്താ ചാവാൻ പോവാണോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചാവാനൊന്നും പോയതല്ല, ദേ കണ്ടില്ല എന്റെ സാധനം വെള്ളത്തിൽ വീണ് കിടക്കുന്നത്, അത് എടുക്കാനായിട്ട് പോയതാണെന്ന് പറയുന്നു. കൂടാതെ അവനോട് തട്ടിക്കയറാണ്. ആ പ്രൊഫസറിന്റെ മുന്നിൽ എനിക്ക് വേണ്ടി നീ ഒന്ന് ശബ്ദിച്ചു പോലും ഇല്ലല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിച്ചു. ആ സമയം അവൻ ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. പണ്ട് തൊട്ടേ മറ്റുള്ളവരോട് അനുകമ്പയും സഹായിക്കാനുള്ള മനസ്സുമുള്ള നീ എങ്ങനെയും ആ റാബിറ്റുകളെ സംരക്ഷിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഞാൻ നിനക്കറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പണ്ട് എന്നെ ചില പയ്യന്മാർ ഉപദ്രവിച്ചപ്പോ നീയാണ് വന്ന് എന്നെ രക്ഷിച്ചത്. അന്ന് കരഞ്ഞോണ്ടിരുന്ന എനിക്ക് നീ അമ്മയുടെ കടയിൽ നിന്ന് മിഠായി എടുത്തുകൊണ്ട് തന്നു. എനിക്ക് അന്ന് മുതലേ നിന്നെ വലിയ ഇഷ്ടമാണ്. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാനായി ഞാൻ നിന്റെ അമ്മ നടത്തുന്ന കടയിൽ വരാറുണ്ടായിരുന്നു. ഒരിക്കൽ നീ അവിടെ വെച്ച് എനിക്കൊരു റെഡ് കളർ പെൻ തന്നു. അതാണ് ഞാൻ ഈ അടുത്ത് വരെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നത്. പിന്നെ നീ ഇതൊക്കെ
വയസ്സന്മാർ ചെയ്യുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതിന് ശേഷമാണ് ഞാൻ അത് മാറ്റിയത്. നമ്മൾ സ്കൂളിൽ ഒന്നിച്ച് പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ നിന്നെ ഫോളോ ചെയ്ത് വരാറുണ്ടായിരുന്നു. നീ ഒട്ടും പഠിക്കാത്തതുകൊണ്ട് ഞാൻ നന്നായി പഠിക്കാൻ തീരുമാനിച്ചു. നിന്റെ അമ്മയെ എങ്ങനെയും ഇംപ്രസ് ചെയ്യണം എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. അതിനായി തന്നെയാണ് നിന്റെ അമ്മ കാണുന്ന രീതിയിൽ ഞാൻ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ആയതിന് കിട്ടിയ സർട്ടിഫിക്കറ്റും പിടിച്ചു അമ്മ കാണുന്ന രീതിയിൽ കൊണ്ടുപോയത്. നീ രാത്രിയിൽ എന്നെ ബാൽക്കണിയിൽ വന്ന് നിന്ന് ലൈറ്റ് ഓഫ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് ചീത്ത വിളിക്കുമ്പോൾ അതെല്ലാം കേട്ട് ഞാൻ ഉള്ളിൽ ചിരിക്കുമായിരുന്നു. നീ ഒരു പണി ഒപ്പിച്ച് ചായയും ഞാനുമായി അടുക്കാനായി ശ്രമിച്ചപ്പോ അതിന് പിന്നില് നീയാണെന്ന് അവൾ അറിഞ്ഞ് നിനക്കിട്ട് പ്രശ്നമൊന്നും വരാതിരിക്കാനായി അവൾ ചോദിച്ച ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്തു കൊടുത്ത് ഞാൻ അവളൊരു ഫ്രണ്ടായി മാത്രമാണ് അന്ന് കണ്ടത്. പിന്നെ ഞാൻ പഠനത്തിൽ ഉഴപ്പിയത് അത് ഇവള് സ്കൂളിൽ ട്രാൻസ്ഫർ ആയി പോയതുകൊണ്ടൊന്നുമല്ല. ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് പോകുമ്പോൾ നിന്റെ അതേ മാർക്കിന് നിനക്ക് അഡ്മിഷൻ കിട്ടുന്ന കോളേജിലേക്ക് എനിക്കും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഞാനും എന്റെ മാർക്ക് കുറച്ചെടുത്തതാണ് മനഃപൂർവ്വം തന്നെ. എനിക്ക് മൃഗങ്ങളെ തൊടാനും പിടിക്കാനോ അതിനെപ്പറ്റി കൂടുതൽ അറിയാനോ താല്പര്യമില്ലാഞ്ഞിട്ടും നീ ഈ ഒരു അനിമൽ സംബന്ധമായ കോഴ്സ് എടുത്തതുകൊണ്ടാണ് ഞാനും ഇതെടുത്തത്. എനിക്ക് പണ്ട് മുതലേ നിന്നെ വലിയ ഇഷ്ടമാണ്. നീ സംശയമായി അടുക്കുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവനുമായി വഴക്കുണ്ടാക്കാൻ തുടങ്ങിയത്. എനിക്കൊരിക്കലും ചായയോട് പ്രണയം തോന്നിയിട്ടില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ അപ്പിയറൻസ് മാറ്റിയത്, ഡാൻസ് പഠിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ എത്ര കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്താ നീ ഒരു ചെറിയ കാര്യത്തിന് ഞാൻ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് എന്നോടിങ്ങനെ പിണങ്ങുന്നത്? അന്ന് ആ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഞാൻ നിന്നെ കിസ് ചെയ്തു. അത് നമ്മുടെ ഫസ്റ്റ് കിസ്സായിരുന്നു. നീ അത് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നിമിഷമായിരുന്നു അതെന്നെല്ലാം അവൻ പറയുമ്പോൾ ഇവൻ ഇത്രത്തോളം തന്നെ സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അപ്പോഴാണ് ലിൻ മനസ്സിലാക്കുന്നത്. അവൾക്ക് പെട്ടെന്ന് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നു. കാരണം ഇവൾ ഓൾറെഡി ഇവനെ ഇപ്പോൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ വളരെ സന്തോഷത്തിൽ ഓടി വന്ന് അവനൊരു കിസ് കൊടുക്കുന്നു. അങ്ങനെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് സ്വഭാവമുണ്ടായിരുന്ന രണ്ടുപേർ ഇവിടെ ഒന്നിച്ച് ഒരു മനോഹരമായ ജീവിതം മുന്നിൽ കണ്ട് പ്രണയിക്കാനായി തുടങ്ങുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് ലവ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.